ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് ക്ലാസ് മെഡിവിങ്സ് അക്കാഡമിയുടെ DHS ക്രാഷ് കോഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ടോപ്പിക്ക് ഞാനിന്ന് എടുക്കുന്നത്, എൻ്റെ പേര് ധനശ്രീ എന്നാണ്. ഞാനിന്ന് എടുക്കുന്നത് റീനൽ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഓക്കെ, റീനൽ സിസ്റ്റം ഓർ യൂറിനറി സിസ്റ്റം. ഇതിൽ മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ അനാറ്റമി, ഫിസിയോളജി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഡിസീസ് കണ്ടീഷൻസ്, നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ്, ടേംസ്, അതായത് കുറച്ച് ടേംസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ അനാറ്റമി, ഫിസിയോളജി. റീനൽ സിസ്റ്റത്തിൽ എന്തൊക്കെ പാർട്സാണ് അനാറ്റമി, ഫിസിയോളജിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കിഡ്നി, യൂറിറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, ട്യൂബ്യൂൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനാറ്റമി, ഫിസിയോളജിയിൽ മെയിനായിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയാം കിഡ്നി എന്താണെന്ന്, അല്ലേ? യൂറിൻ ഫോർമേഷനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കിഡ്നി. ദെൻ കിഡ്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ഓർ ബ്രൗണിഷ് റെഡ് കളേർഡ്. ഇനി ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ റെട്രോ പെരിറ്റോണിയൽ ഏരിയ, ദാറ്റ് ഈസ് T12 to A3, മീൻസ് 12th thoracic vertebra to 3rd lumbar vertebra. ഇതിൻ്റെ വെയിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 130 to 170 kg ആണ്. ദെൻ ലെങ്തിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 to 12 cm ആണ്. ദെൻ വിഡ്ത്ത് 6 cm, തിക്നെസ് 2.5 cm. ദെൻ നമുക്കറിയാം രണ്ട് കിഡ്നിയും ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? 2 pairs കിഡ്നീസ് ആണ് നമുക്കുള്ളത്. ദെൻ റൈറ്റ് കിഡ്നി ഈസ് സ്മോളസ്റ്റ് ദാൻ ലെഫ്റ്റ് കിഡ്നി. ദെൻ റീനൽ പാരൻകൈമ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. അതിൽ ഔട്ടർ കോർട്ടക്സ് ഉണ്ട്, അവിടെയാണ് നമ്മുടെ നെഫ്രോൺസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ദെൻ ഇൻ മെഡുല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനാറ്റമി പാർട്ടിൽ വരുന്നത്. ഇനി ബ്ലഡ് സപ്ലൈ ടു ദ റീനൽ കിഡ്നി. ദെൻ ബ്ലഡ് സപ്ലൈ ടു ദ കിഡ്നി ആരാണ്? റീനൽ ആർട്ടറിയാണ്. PSCയിൽ കുറേ നാളായിട്ട് ചോദിച്ചു വരുന്ന കുറേ ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ദെൻ ഏതൊക്കെ ഹോർമോണാണ് നമ്മുടെ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റെനിൻ ആൻഡ് എറിത്രോപോയിറ്റിൻ. ദെൻ ഫങ്ഷൻസ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ ഒരു കോഡുണ്ട്. ദാറ്റ് ഈസ് എ വെറ്റ് ബെഡ്. A wet bed means A means acid base balance, W means water removal, then E means erythropoiesis, then T means toxic removal, then B means BP control, then E means electrolyte balance, D means vitamin D activation. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് നമ്മുടെ കിഡ്നി ചെയ്യുന്നത്. ഓക്കെ, ദെൻ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് നെഫ്രോൺസ് ആണ്. അപ്പം നെഫ്രോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. ദെൻ ഈച്ച് കിഡ്നി കണ്ടെയ്ൻസ് 1 million നെഫ്രോൺസ്. ഓക്കെ, ദെൻ നെഫ്രോൺ കൺസിസ്റ്റ്, എന്തൊക്കെയാണ് നെഫ്രോൺസിലുള്ളതെന്ന് ചോദിച്ചാൽ ഗ്ലോമർലസ്, അഫറന്റ് ആൻഡ് എഫറന്റ് ആർട്ടീരിയോൾസ്, ബൗമൺസ് ക്യാപ്സ്യൂൾ, proximal convoluted tubules, then distal convoluted tubules, loop of Rayleigh. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നെഫ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത്. ദെൻ ഗ്ലോമർലസിൽ നടക്കുന്നത് ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷൻ മീൻസ് അതിൻ്റെ ഫിൽട്രേഷൻ്റെ പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓസ്മോസിസ് ആണ്. ദെൻ അഫറന്റ് ആൻഡ് എഫറന്റ് ആർട്ടീരിയോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഫറന്റ് വെസൽസ് ക്യാരിഡ് ബ്ലഡ് ഇൻ ടു ദ നെഫ്രോൺസ്, ദെൻ ഇഫറന്റ് വെസൽസ് ക്യാരിഡ് എവേ ബ്ലഡ് ഫ്രം ദ നെഫ്രോൺസ്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ദെൻ ബൗമാൻസ് ക്യാപ്സ്യൂളിലാണ് ഒത്തിരി വില്ലേകൾ അടങ്ങിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ
ഫിൽട്രേഷൻ കൂടുതലായി നടക്കുന്നത്. ദെൻ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റീഅബ്സോർപ്ഷൻ ഏറ്റവും കൂടുതലുള്ള വാട്ടർ റീഅബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾസിലാണ്. ഇവിടെ മൈക്രോവില്ലെ അനേകമുണ്ട്. ഓക്കെ, ദെൻ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറിൻ്റെ, അതായത് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് ഓഫ് അസിഡിറ്റിയെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾസിലാണ്. ദെൻ നമുക്കിനി പറയാനുള്ളത് ലൂപ്പ് ഓഫ് എൻലിയെ കുറിച്ചാണ്. ലൂപ്പ് ഓഫ് എൻലിയിലാണ് സോഡിയം ക്ലോറൈഡ് റീഅബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ ഇനി കൂടുതലായിട്ട് പറയാനുള്ളത് യൂറിറ്റേഴ്സിനെ കുറിച്ചാണ്. യൂറിറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ട്യൂബിൾസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. യൂറിറ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 24 to 30 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റീനൽ പെൽവിസ് ടു ട്രയഗൺ ഓഫ് ബ്ലാഡർ. ഓക്കെ, ദെൻ ബ്ലാഡറിനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ കപ്പാസിറ്റി ഓഫ് അഡൽട്ട് ബ്ലാഡർ ഈസ് 500 to 750 ml. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. കാരണം PSC അംഗീകരിച്ചിട്ടുള്ള നോർമൽ വാല്യൂസിനാണ്, അതായത് പല ബുക്കുകളിലും പല എമൗണ്ട് ആണ് കാണുന്നത്. സോ PSC അംഗീകരിച്ചിട്ടുള്ള എമൗണ്ട്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ദെൻ കപ്പാസിറ്റി ഓഫ് അഡൽട്ട് ബ്ലാഡർ എന്ന് പറയുമ്പോൾ 500 to 750 ml ആണ്. ദെൻ 4 ലെയേഴ്സ് ആണ് ബ്ലാഡേഴ്സിനുള്ളത്. ഏതൊക്കെയാണ്? അഡ്വൻറ്റീഷ്യ, ഡെട്രൂസൽ മസിൽ, ലാമിന പ്രോപ്രിയ, യൂറോത്തീലിയ. അഡ്വൻറ്റീഷ്യ ഔട്ട് ഓഫ് ലെയർ ആണ്. ഓക്കെ, ഇത് മെയിനായിട്ട് ചോദിച്ചു വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡെട്രൂസൽ മസിലിൻ്റെ, അതായത് സെക്കൻഡ് വാൾ ഓഫ് ബ്ലാഡർ ചോദിച്ചിട്ടുണ്ട്. ഡെട്രൂസൽ മസിലാണ് അത്, ഒന്ന് മനസ്സിൽ കരുതി വയ്ക്കുക. ഓക്കെ, ദെൻ ബ്ലാഡറിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറിയാണ്. ഓക്കെ, അടുത്തത് യൂറിത്രയെ കുറിച്ചാണ് പറയാനുള്ളത്. യൂറിത്രയിൽ നിങ്ങൾക്കറിയാം മെയിൽസിലും ഫീമെയിൽസിലും 2 അതായത് മെയിൽസിൽ 20 സെൻറ്റിമീറ്ററും ഫീമെയിൽസിൽ 3 to 4 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് യൂറിൻ ഫോർമേഷനെ കുറിച്ചാണ്. 3 സ്റ്റേജസ് ആണ് യൂറിൻ ഫോർമേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, സെക്കൻഡ് വൺ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ദെൻ തേർഡ് വൺ ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, ദെൻ നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 liter to 2 liter per day. ദാറ്റ് ഈസ് 1000 ml to 2000 ml per day. ഓക്കെ, ദെൻ GFR റേറ്റ്. എന്താണ് GFR? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് 125 ml per minute ആണ്. ദാറ്റ് ഓർ 180 liter per day. ഓക്കെ, ദെൻ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റിയെ കുറിച്ചാണ് എടുത്ത് പറയാനുള്ളത്. ഈ ഗ്രാവിറ്റി പല വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി 1.0102 to 1.025 ആണ്. ഓക്കെ, ഇനി കൂടുതലായിട്ട് പറയാനുള്ളത് ക്രൗൺ ഓഫ് റീനൽ സിസ്റ്റം. റീനൽ സിസ്റ്റത്തിൻ്റെ ക്രൗൺ എന്നറിയപ്പെടുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനാറ്റമി ഫിസിയോളജിയിൽ അടങ്ങിയിരിക്കുന്നത്. ദെൻ അടുത്ത നമുക്ക് പറയാനുള്ളത് ഡയഗ്നോസിസ് ടെസ്റ്റുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ കോമൺ ആയിട്ടുള്ള റീനൽ സിസ്റ്റം, അതായത് യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന മെയിനായിട്ടുള്ള ഡയഗ്നോസിസ് സിസ്റ്റത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം. നമ്മൾ ക്ലിനിക്കൽ ബേസ് ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് RST, LST, യൂറിൻ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങളുമാണ്. ദെൻ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ഇവിടെ കൂടുതലായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ്. ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് നമുക്ക് ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും കളക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്
ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ്. ഇതിൽ യൂറിൻ സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് 24 hours യൂറിൻ സാമ്പിളാണ്. ഓക്കെ, ഇനി 24 hours യൂറിൻ സാമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 24 hours യൂറിൻ സാമ്പിൾ ജാറിൽ നമ്മളൊരു പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ ബോറിക് ആസിഡാണ്. ഓക്കെ, മറക്കാൻ പാടില്ല, ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ 24 യൂറിൻ കളക്ഷനിൽ മെയിനായിട്ട് ബോറിക് ആസിഡിൻ്റെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ദെൻ ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റിന് നമുക്കൊരു ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, വോളിയം ഓഫ് യൂറിൻ ഇൻറ്റു യൂറിൻ ക്രിയാറ്റിൻ ഡിവൈഡഡ് ബൈ സീറം ക്രിയാറ്റിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ജസ്റ്റ് ഇനി നോർമൽ വാല്യൂസും കൂടെ പറയണം. ക്രിയാറ്റിൻ ക്ലിയറൻസിൻ്റെ നോർമൽ വാല്യൂ ആണ്. മെന്നിലാണെങ്കിൽ <40 years 107 to 139 ml/min. ദെൻ വുമൻസിലാണെങ്കിൽ <40 years 87 to 107 ml/min. ദെൻ ഇതേപോലെ വരുന്ന അടുത്തൊരു ടെസ്റ്റാണ് KUB റേഡിയോഗ്രഫി. എന്താണ് KUB റേഡിയോഗ്രഫി? അതെ, ഇതൊരു എക്സ്റേ എക്സാമിനേഷൻ ആണ്. എന്തിന്? കിഡ്നി, യൂറിറ്റസ്, ബ്ലാഡർ എന്നിവ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റേ റേഡിയോഗ്രഫിയാണ് KUB. ഇതിനെ കുറിച്ച് ദെൻ അടുത്ത ഒരു ടെസ്റ്റാണ് IVP. IVP എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഇൻട്രാവീനസ് പൈലോഗ്രഫി. ഇൻട്രാവീനസ് പൈലോഗ്രഫി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സ്പെഷ്യൽ എക്സ്റേ എക്സാമിനേഷൻ ഓഫ് കിഡ്നി, ബ്ലാഡർ ആൻഡ് യൂറിറ്റസ് ബൈ, ഇതിനൊരു വ്യത്യാസമേ ഉള്ളൂ, ഇൻജെക്റ്റിംഗ് റേഡിയോ ഒപ്പേക് ഡൈ ഇൻ ടു ദ റീനൽ സിസ്റ്റം. ഓക്കെ, അപ്പം ഒരു റേഡിയോ ഒപ്പേക് ഡൈ ഉപയോഗിച്ച് എക്സ്റേ എക്സാമിനേഷൻ ചെയ്യുന്നത് എന്തിനൊക്കെ? കിഡ്നി, ബ്ലാഡർ, യൂറിറ്റസ്. ഇതാണ് IVP. ഇതൊരു ഡൈ ബേസ്ഡ് പ്രൊസീജിയറാണ്. ഓക്കെ, ദെൻ റീനൽ സ്കാനിങ്ങിനെ കുറിച്ചാണ് നമുക്കറിയേണ്ടത്. Renal scanning is a nuclear medicine examination in which the radioisotope is used to measure the function of the kidney. Okay, then ഇത് അതായത് ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനൊക്കെ? റീനൽ ബ്ലഡ് ഫ്ലോ, ഗ്ലോമറുലർ ഫിൽട്രേഷൻ, ട്യൂബുലാർ ഫങ്ഷൻസ്, എക്സ്ക്രീഷൻ എന്നിവയൊക്കെ ഇമേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസിസ് ടെസ്റ്റാണ് റീനൽ സ്കാനിങ്. ഓക്കെ, ദെൻ ഇതിൽ കുറച്ച് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അതായത് ഈ ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ടു റിമൈൻ മോഷൻലെസ് ഡ്യൂറിങ് ദ ടെസ്റ്റ്. ഓക്കെ, ദെൻ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഒരു ഡയഗ്നോസിസ് ടെസ്റ്റാണ് സിസ്റ്റോസ്കോപ്പി. എന്താണ് സിസ്റ്റോസ്കോപ്പി? സിസ്റ്റോസ്കോപ്പി ഒരു ടെസ്റ്റാണ്. ഇത് ഒരു വിഷ്വലൈസേഷൻ, അതായത് ബ്ലാഡർ, യൂറിത്ര എല്ലാം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്, പേര് സിസ്റ്റോസ്കോപ്പ് എന്നാണ്. ആ സിസ്റ്റോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സിസ്റ്റോസ്കോപ്പി. ഓക്കെ, ദെൻ ഇതിലും കുറച്ച് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിത്തോട്ടമി പൊസിഷൻസിനെ കുറിച്ച് നമ്മൾ പേഷ്യൻസിനോട് ഇൻഫോം ചെയ്യുക. ദെൻ യൂറിനറി ഫ്രീക്വൻസി കൂടും എന്നും നമ്മൾ പേഷ്യൻസിനോട് ഇൻഫോം ചെയ്യുക. ദെൻ റീനൽ ബയോപ്സിയെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് റീനൽ ബയോപ്സി? എന്താണെന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് എ സ്മാൾ പീസ് ഓഫ് കിഡ്നി ടിഷ്യൂ എക്സാമിനേഷൻ. ഓക്കെ, അപ്പം കിഡ്നിയുടെ സ്മാൾ ടിഷ്യൂസിനെ റിമൂവ് ചെയ്ത് അത് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതാണ് റീനൽ ബയോപ്സി. ഈ സമയത്ത് നമ്മൾ ഡ്യൂറിങ് പ്രൊസീജിയർ കുറച്ച് കെയർ ഉണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ പൊസിഷൻ ഉണ്ട്. പേഷ്യൻറ്റിന് പ്രോൺ പൊസിഷൻ, എ പില്ലോ അണ്ടർ ദ അബ്ഡോമൻ ആൻഡ് ഷോൾഡർ. അപ്പം നമ്മൾ മെയിനായിട്ട് ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. റീനൽ ബയോപ്സി ടൈമിൽ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്രോൺ വിത്ത് പില്ലോ ഉണ്ട്, അബ്ഡോമൻ ആൻഡ് ഷോൾഡർ.
പോസ്റ്റ് പ്രൊസീജിയർ കെയർ ആണെങ്കിൽ പേഷ്യന്റിനെ എങ്ങനെയായിരിക്കും പൊസിഷൻ ചെയ്യുന്നത്? സുപ്പൈൻ പൊസിഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ബെഡ് റെസ്റ്റ് ഫോർ 8 hours. ഓക്കെ, ദെൻ instruct the patients for avoid dangerous activities. ഓക്കെ, ദെൻ റീനൽ മെഡിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറിനറി ട്രാക്ട് ആൻറ്റിസെപ്റ്റിക്സ് ഇവിടെ നമുക്ക് കൊടുക്കാറുണ്ട്. നോർഫ്ലോക്സ്, സിപ്രോഫ്ലോക്സ്, സിംപ്ലിഫ്ലോക്സ്, ഫ്ലോക്സാസിൻ, ഇങ്ങനെ കുറച്ച് അധികം മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഫാർമക്കോളജി ടൈമിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ദെൻ നമുക്കിനി പറയാനുള്ളത് ഡിസീസ് കണ്ടീഷൻസ് ആണ്. ഏതൊക്കെ ഡിസീസ് കണ്ടീഷനാണ് മെയിനായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ നെഫ്രോട്ടിക് സിൻഡ്രോം. ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രോസിൽ നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് നെഫ്രോട്ടിക് syndrome is defined as damage to the cluster of small blood vessels in kidney that filter the waste and excess water from the blood. Okay, then കോസസിനെ കുറിച്ച് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് മെയിൻ കോസ്. ദെൻ അതർ കോസസ് ആണെങ്കിൽ ഡയബറ്റിക് മെൽറ്റസ്, SLE പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ. ഓക്കെ, ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സൈൻസ് എന്നും സെക്കൻഡറി സൈൻസ് എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൽ പ്രൈമറി സൈൻസിൽ വരുന്നത് അബ്ഡോമിനൽ പെയിൻ, ഡയറിയ ഓർ വോമിറ്റിംഗ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഡയറിയ വോമിറ്റിംഗ് ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ ആസ് എ റിസൾട്ട് ഓഫ് എഡിമ ഫോംഡ് ഫസ്റ്റ് അറ്റ് സ്മാൾ ബവൽ. ഓക്കെ, ദെൻ ക്ലാസിക്കൽ സയൻസിൽ വരുന്നത്, അതായത് സെക്കൻഡറി സയൻസിൽ വരുന്നത് പ്രോട്ടീനൂറിയ, സ്മോക്കി ഓർ ഫോമി യൂറിൻ, ഹൈപ്പോ ആൽബുമിനിയ, ഒളിക്യൂറിയ, എഡിമ, ഹൈപ്പോലിപ്പിഡിമിയ. ഇത്രയാണ് മെയിനായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്. ദെൻ ഡയഗ്നോസിസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ RFT, LFT, URE, 24 hours യൂറിൻ പ്രോട്ടീൻ എക്സാമിനേഷൻ, ആൽബുമിൻ ലെവൽ ഇൻ ബ്ലഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് ആൽബുമിൻ ലെവൽ ഇൻ ബ്ലഡ് നോക്കുന്നത്? സൈൻസ് ആൻഡ് സിംറ്റംസിൽ ഹൈപ്പോ ആൽബുമിനിയ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ദെൻ മാനേജ്മെൻറ്റ് നോക്കുവാണെങ്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ഡയൂററ്റിക്സ്, സ്റ്റാറ്റിൻ, മെയിനായിട്ട് വരുന്നത് സ്റ്റാറ്റിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? നെഫ്രോട്ടിക് സിൻഡ്രോം ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ സ്റ്റാറ്റിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോട്ടീനിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ ബോഡിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ബോഡി ആരെയാണ് ആദ്യത്തെ ഫസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കാണുന്നത്? ഫാറ്റിനെയാണ്. It will cause the formation of thrombin. That's why we are administer statin group of drug. Okay, then nursing മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെറാപ്യൂട്ടിക് ഡയറ്റ് ആണ് നോക്കേണ്ടത്. ലോ സാൾട്ട്, മോഡറേറ്റ് പ്രോട്ടീൻ ഡയറ്റ് ആണ് നമ്മൾ മെയിനായിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോത്തിൽ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ പ്ലാനിങ് ആൻഡ് ഇൻ്റർവെൻഷൻസിൽ വരുവാണെങ്കിൽ കുറച്ച് ചാർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊക്കെയായിരിക്കും? IO ചാർട്ട്, വെയ്റ്റ് ചാർട്ട്, അബ്ഡോമിനൽ സർക്കംഫറൻസ് ചാർട്ട്. ഓക്കെ, ദെൻ ഇന്ന് നമുക്കറിയാനുള്ളത് ഗ്ലോമെറുലാർ നെഫ്രൈറ്റിസിനെ കുറിച്ചാണ്. എന്താണ് ഗ്ലോമെറുലാർ നെഫ്രൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലോമെറുലാe. It is the inflammation of glomeruli which are made up of tiny blood vessels responsible for excretion. ഓക്കെ, എന്തൊക്കെയാണ് കോസസ് എന്ന് ചോദിച്ചാൽ പ്രൈമറി കോസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് A ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ. ഓക്കെ, ദെൻ സെക്കൻഡറി കോസ് എന്ന് വെച്ചാൽ സെക്കൻഡറി കോസ് മെയിനായിട്ട് വരുന്നത് SLE, ഗുഡ് പാസ്റ്റർ സിൻഡ്രോം, ഇതൊക്കെയാണ്. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി സൈൻസ് ആൻഡ് സിംറ്റംസിൽ വരുന്ന ഹെഡ് ഏക്ക്, പെരി ഓർബിറ്റൽ എഡിമ, ഇതൊക്കെ നമ്മുടെ ഗ്ലോമെറുലാർ നെഫ്രൈറ്റിസിൽ പ്രൈമറി സിംറ്റംസ് ആണ്. ദെൻ ക്ലാസിക്കൽ സയൻസിലേക്ക് വരുവാണെങ്കിൽ ഹെമച്ചൂറിയ, ഹൈപ്പർ ടെൻഷൻ, എഡിമ, ഒളിഗൂറിയ,
ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ദെൻ ഡയഗ്നോസിസിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറിൻ അനാലിസിസ്, RFT, ASO ടൈറ്റർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ASO ടൈറ്റർ നമ്മൾ ഗ്ലോമെറുലാർ നെഫ്രൈറ്റിസ് പേഷ്യൻറ്റിൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് A ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ പ്രസൻ്റ് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ASO ടൈറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? ഹൈപ്പർ ടെൻഷൻ ആയിരിക്കണം. ഫസ്റ്റ് diuretic, ACE inhibitors like drugs, ARB, angiotensin receptors blockers like losartan ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. Then streptococcal infection to be managed with the penicillin group of antibiotics. Okay. ദെൻ നഴ്സിംഗ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെറാപ്യൂട്ടിക് ഡയറ്റായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് സാൾട്ട് റെസ്ട്രിക്ഷൻ ആണ്. ലോ പൊട്ടാസ്യം ആൻഡ് പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് നമ്മൾ ഗ്ലോമെറുലാർ നെഫ്രൈറ്റിസ് പേഷ്യൻസിന് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ദെൻ പ്ലാനിങ് ആൻഡ് ഇൻ്റർവെൻഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ BP ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, വെയിറ്റ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, യൂറിൻ ആൽബുമിൻ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, IO ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ARF കേട്ടിട്ടുണ്ടോ? ARF എന്താണ്? ARF അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അബ്രപ്റ്റ് ലോസ് ഓഫ് കിഡ്നീസ് എബിലിറ്റി ടു റിമൂവൽ വേസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇൻ ദ ബോഡി. ഓക്കെ. മെജോറിറ്റി കോസസ് നമുക്ക് റിവേഴ്സിബിൾ ആണ് ഇവിടെ. ഓക്കെ. എന്തൊക്കെയാണ് ഇനി കോസസ്? കോസസിൽ മെയിനായിട്ട് നമുക്ക് 3ആയി തിരിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രീ റീനൽ കോസസ്, ഇൻട്രാറീനൽ കോസസ്, പോസ്റ്റ് റീനൽ കോസസ്. പ്രീ റീനൽ കോസസിൽ മെയിനായിട്ട് വരുന്നത് എന്താ? സിസ്റ്റമിക് ഡിസീസ് ലൈക്ക് ബേൺസ്, MI കേട്ടിട്ടുണ്ടല്ലോ, MI ഒക്കെ. ഓക്കെ. അതൊക്കെയാണ്. അതായത് അതർ സിസ്റ്റമിക് ഡിസീസ് ആൻഡ് കണ്ടീഷൻ ലീഡ് ടു fluid volume depletion, decreased renal blood flow and renal failure. ഇതാണ് പ്രീ റീനൽ കോസ് ലൈക്ക് ബേൺസ്, MI etc. ദെൻ ഇൻട്രാറീനൽ കോസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ പാരൻകൈമ ഓഫ് ദ കിഡ്നി. പാരൻകൈമയിൽ വരുന്ന എന്തെങ്കിലും ഡിസീസ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നമുക്ക് റീനൽ ഫെയിലർ ഉണ്ടാകുന്നതാണ് ഇൻട്രാറീനൽ കോസസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നെഫ്രോടോക്സിസിറ്റി, ട്യൂബുലാർ നെക്രോസിസ്, ഇതൊക്കെയാണ് ഇൻട്രാറീനൽ കോസസിൽ വരുന്നത്. ദെൻ പോസ്റ്റ് റീനൽ കോസസിൽ വരുന്നത് occlusive disorder in between kidney and urethral meatus lead to hydronephrosis and renal failure. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാൽക്കുലൈ, സിയ ബ്ലാഡർ, ഇതൊക്കെയാണ്. ഓക്കെ. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസിലേക്ക് വരുവാണെങ്കിൽ പ്രൈമറി സൈൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് അതർ സൈൻസ് ആൻഡ് സിംറ്റംസും ഉണ്ട്. പ്രൈമറി സൈൻസ് ആൻഡ് സിംറ്റംസിൽ ഒളിഗൂറിയ ആൻഡ് വോമിറ്റിംഗ് ഇതൊക്കെ കാണും. എന്തുകൊണ്ടാണ് വോമിറ്റിങ്ങും ഒളിഗൂറിയയും കാണപ്പെടുന്നത്? ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് ലാക്ക് ഓഫ് ക്ലിയറൻസ് ലീഡ് ടു മെറ്റബോളിക് അസിഡോസിസ്. So body adjusts themselves by emitting acid from the stomach. അതുകൊണ്ടാണ് വോമിറ്റിംഗ് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതർ സൈൻസ് ആൻഡ് സിംറ്റംസിൽ വരുന്നത് എഡിമ, മെറ്റബോളിക് ടേസ്റ്റ് ഇൻ മൗത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ARF പേഷ്യൻറ്റിലാണ് കൂടുതലും മെറ്റബോളിക് ടേസ്റ്റ് ഇൻ മൗത്ത് കാണപ്പെടുന്നത്. ദെൻ ഹൈപ്പർ ടെൻഷൻ, കോസ്റ്റോവെർട്ടിബ്രൽ ആംഗിൾ പെയിൻ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റോവെർട്ടിബ്രൽ ആംഗിൾ പെയിൻ വരുന്ന കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. സോ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ ഡയഗ്നോസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇനി റീനൽ സിസ്റ്റത്തിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ RFT, LFT അങ്ങനെയുള്ള കുറച്ച് ഡയഗ്നോസിസ് ടെസ്റ്റുകളാണ്. ഓക്കെ. ഇതിൽ ഡയഗ്നോസിസ് വരുന്നത് RFT ചെയ്യും, അതർ ഇൻവെസ്റ്റിഗേഷൻ ലൈക്ക് സീറം ഇലക്ട്രോലൈറ്റ്, CBC, ദെൻ യൂറിൻ അനാലിസിസ്. ഓക്കെ. ദെൻ മാനേജ്മെൻറ്റിൽ കറക്റ്റ് അണ്ടർലൈൻ കോസസ്, എല്ലാ കോസസും നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ കൊടുക്കുക,
ARF പേഷ്യൻറ്റിന് കൂടുതൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ കൊടുക്കുക, ദാറ്റ് ഈസ് 1 ലിറ്റർ പെർ ഡേ. പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ കൊടുക്കുക, സാൾട്ട് റെസ്ട്രിക്ഷൻ കൊടുക്കുക, പൊട്ടാസ്യം റെസ്ട്രിക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ARF പേഷ്യൻസിൽ വരുന്നത്. ദെൻ മാനേജ്മെൻറ്റിൽ അടുത്ത മെഡിക്കൽ മാനേജ്മെൻറ്റിൽ വരുന്നത് ഡയോററ്റിക്സ് ആണ്, ഡോപ്പമിൻ ഹൈഡ്രോക്ലോറൈഡ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ റീനൽ ആർട്ടറീസിനെ ഡയലേറ്റ് ചെയ്തിട്ട് റീനൽ പെർഫ്യൂഷന് പ്രൊമോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നഴ്സിംഗ് മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ തെറാപ്യൂട്ടിക് ഡയറ്റ് ലൈക്ക് ഹൈ കാർബോഹൈഡ്രേറ്റ്, ലോ പ്രോട്ടീൻ, സോഡിയം, പൊട്ടാസ്യം റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പ്ലാനിങ് ആൻഡ് ഇൻ്റർവെൻഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഏതൊക്കെയാണ്? IO ചാർട്ട്, റീനൽ പാരാമീറ്റേഴ്സ് ഡെയിലി കറക്ഷൻ ചെയ്യണം. ഏതൊക്കെയാണ് റീനൽ പാരാമീറ്റേഴ്സ്? LFT, RFT, ഇതൊക്കെയാണ് റീനൽ പാരാമീറ്റേഴ്സ്. ദെൻ മോണിറ്റർ ഫോർ അസിഡോസിസ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഡേയിൽ 1 ലിറ്റർ പെർ ഡേ 1 ലിറ്റർ ഫ്ലൂയിഡ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് 1 ലിറ്റർ ഫ്ലൂയിഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ സെക്കൻഡ് ഡേ തൊട്ട് നമ്മൾ കൊടുക്കുന്നത് യൂറിൻ ഔട്ട്പുട്ട് പ്ലസ് 400 ml. ഓക്കെ, ദെൻ മോണിറ്റർ ഫോർ ദ കോംപ്ലിക്കേഷൻസ്. ഇനി അക്യൂട്ട് റീനൽ ഫെയിലിയറിൻ്റെ കോംപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മെറ്റബോളിക് അസിഡോസിസ്, ഹൈപ്പർ കലീമിയ, ക്രോണിക് റീനൽ ഫെയിലിയർ, പൾമണറി എഡിമ എന്നിവയൊക്കെയാണ്. ഓക്കെ, ദെൻ CRF എന്ന് കേട്ടിട്ടുണ്ടോ? അടുത്ത കണ്ടീഷനാണ് CRF. എന്താണ് CRF? എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് CRF എന്ന്? CRF ഈസ് നത്തിങ് ബട്ട് ക്രോണിക് റീനൽ ഫെയിലിയർ. ഓക്കെ, ദെൻ ക്രോണിക് റീനൽ ഫെയിലിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ലോസ് ഓഫ് കിഡ്നി ഫങ്ഷൻ ഓവർ എ പീരിയഡ് ഓഫ് മന്ത് ഓർ ഇയർ. CRF ഈസ് ഇറിവേഴ്സിബിൾ ആസ് എ റിസൾട്ട് ഓഫ് ലോസ് ഓഫ് ഫങ്ഷണൽ നെഫ്രോൺസ്. ഓക്കെ, അപ്പം ഇതിൽ ARFൽ നിന്ന് ഒരു വ്യത്യാസം ഇതിനകത്തുള്ളൂ. ക്രോണിക്കായിട്ട് പ്രൊലോങ്ഡ് ആയിട്ടുള്ള റീനൽ ഫെയിലിയർ വന്നിട്ട് അത് നമുക്ക് ഒരിക്കലും അതിൻ്റെ കോസസ് റിവേഴ്സിബിൾ ആണത്. ഇതാണ് ARFും CRFും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ദെൻ ARFും CRFിൻ്റെയും വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ മെയിൻ കോസസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ കോസസ് ഡയബറ്റിക് മെലിറ്റസ് ആണ് 40%. ദെൻ ഹൈപ്പർ ടെൻഷൻ 30%, ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസിലേക്ക് വരുവാണെങ്കിൽ പ്രൈമറി സൈൻസ് ആൻഡ് സിംറ്റംസ് ഡിസ്നി ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഡിസ്നി ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. CRF പേഷ്യൻറ്റിൽ എന്തുകൊണ്ട് നമുക്ക് ഡിസ്നി ഉണ്ടാകുന്നു? As a result of pulmonary edema and pericardial effusion ഉള്ളത് കൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്നി ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ പെരിഫറൽ എഡിമേഴ്സ് ഉണ്ടാവും. ഇനി അതർ സൈൻസ് ആൻഡ് സിംറ്റംസിലേക്ക് പോവുകയാണെങ്കിൽ സീഷർ ആൻഡ് കോമ ഉണ്ടാകാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അസിഡോസിസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ അനീമിയ ഉണ്ടാകാം. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു എറിത്രോപോയിറ്റിൻ ഡെഫിഷ്യൻസി. എന്തുകൊണ്ടാണ് എറിത്രോപോയിറ്റിൻ ഡെഫിഷ്യൻസി കുറയുന്നത്? കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയുമ്പോൾ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് എന്ത്? എറിത്രോപോയിറ്റിൻ. അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് എന്തുണ്ടാകാം? അനീമിയ ഉണ്ടാകാം. ഓക്കെ, ഡയേറിയ ആൻഡ് വോമിറ്റിംഗ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു യൂറിമിക് കൊളൈറ്റിസ്. ദെൻ
പോളിയൂറിയ ഉണ്ടാകാം, നൊക്ചൂറിയ ഉണ്ടാകാം. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഏർലി സ്റ്റേജ് ഓഫ് ക്രോണിക് CRF പേഷ്യൻ്റെ ഏർലി സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു സൈൻസ് ആൻഡ് സിംറ്റമാണ് പോളിയൂറിയ, നൊക്ചൂറിയ. ഓക്കെ. ദെൻ ലേറ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്നത് ഒളിഗൂറിയ, അനൂറിയ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് അതർ സൈൻസ് ആൻഡ് സിംറ്റംസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസിനെ കുറിച്ച് പറയണം. അതിൽ വരുന്നതാണ് ഹൈപ്പർ കലീമിയ, ഹൈപ്പർ ഫോസ്ഫോറ്റീമിയ, ഹൈപ്പർ മഗ്നീഷീമിയ, നോർമൽ സോഡിയം. ഓക്കെ. ദെൻ ഡയഗ്നോസിസിൽ മെയിനായിട്ട് വരുന്നത് RFT, യൂറിൻ അനാലിസിസ്, CBC. എന്തുകൊണ്ടാണ് നമ്മൾ CBC നോക്കുന്നത്? HBയുടെ ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CBC ഇവിടെ നോക്കുന്നത്. ദെൻ സീലം ഇലക്ട്രോലൈറ്റ്. ദെൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ, ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് കൊടുക്കും, ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് ലൈക്ക് ഹൈപ്പോഫോസസ് പോലെ കൊടുക്കും, അനീമിയ മാനേജ്മെൻറ്റ് ചെയ്യണം, IV അയൺ ചെയ്യാറുണ്ട്, IV എറിത്രോപോയിറ്റിൻ കൊടുക്കാറുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്, കാൽസ്യം വൈറ്റമിൻ D സപ്ലിമെൻറ്റേഷൻ ചെയ്യാറുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എൻഡ് സ്റ്റേജ് മാനേജ്മെൻറ്റ് ഓഫ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡയാലിസിസ് അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ. ദെൻ നഴ്സിംഗ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെറാപ്യൂട്ടിക് ഡയറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലോ സാൾട്ട്, ലോ പൊട്ടാസ്യം, ലോ ഫോസ്ഫറസ്, ലോ പ്രോട്ടീൻ, ഹൈ കാൽസ്യം ആൻഡ് ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാറുള്ളത്. ദെൻ പ്ലാനിങ് ആൻഡ് ഇൻ്റർവെൻഷൻസിൽ വരുവാണെങ്കിൽ പ്ലേസ് ദ പേഷ്യൻ്റ് ഇൻ കാർഡിയാക് മോണിറ്ററിങ്ങിൽ വെക്കും. എന്തുകൊണ്ടാണ് നമ്മളിവരെ കാർഡിയാക് മോണിറ്റർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹൈപ്പർ കാലിമിയ ക്യാൻ കോസ് ഡിസർത്തീമിയാസ്. ഓക്കെ. ദെൻ അവോയ്ഡ് മഗ്നീഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്സ് ആൻഡ് ലാക്സേറ്റീവ്സ് അവോയ്ഡ് ചെയ്യണം. ദെൻ ഒബ്സർവ് ദ സൈൻസ് ആൻഡ് കോംപ്ലിക്കേഷൻ ഡ്യൂ ടു യുറീമിയ. ഓക്കെ. ദെൻ കോംപ്ലിക്കേഷൻ ഓഫ് CRF പേഷ്യൻറ്റിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ യുറിമിക് ലങ്, യുറിമിക് എൻസെഫലോപ്പതി, യുറിമിക് ഫോസ്റ്റ്, യുറിമിക് കൊളൈറ്റീസ്, ദെൻ പൾമണറി എഡിമ ആൻഡ് കൺജഷൻസ്, അനീമിയ, ഓസ്റ്റിയോപോറോസിസ് ആൻഡ് പാത്തോളജിക്കൽ ഫ്രാക്ചർ. ഓക്കെ. ദെൻ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മെയിനായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് UTI. എന്താണ് UTI? യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ്. എന്താണ് ഇൻഫെക്ഷനായിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഇൻവോൾവിങ് ദ കിഡ്നി, യൂറിറ്റസ്, ബ്ലാഡർ, യൂറിത്ര. ഇത്രയും ഭാഗത്താണ് UTI അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ മോസ്റ്റ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇൻവോൾവ്സ് ലോവർ യൂറിനറി ട്രാക്റ്റ്, ദാറ്റ് ഈസ് ബ്ലാഡർ, യൂറിത്ര. വുമൻസ് ആർ the greatest risk for developing UTI compared to men. എന്തുകൊണ്ടാണ്? ഷോർട്ടർ യൂറിത്ര ആണ് നമുക്ക് വുമൻസിനുള്ളത്. ഓക്കെ. അതുകൊണ്ടാണ് UTI ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വുമൻസിൽ തന്നെയാണ്. എന്താണ് മോസ്റ്റ് കോമൺ കോസസ്? എല്ലാവർക്കും അറിയാം, ഈക്കോളൈ അല്ലേ? സൈൻസ് ആൻഡ് സിംറ്റംസിലേക്ക് വരികയാണെങ്കിൽ പ്രൈമറി സൈൻസ് ആൻഡ് സിംറ്റംസ്, അതർ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. പ്രൈമറിയിൽ ഫീവർ, ബേണിംഗ് സെൻസേഷൻ ഓഫ് ഡ്യൂറിങ് മിക്സ്ട്രേഷൻ, ദെൻ ക്ലൗഡി യൂറിൻ, ഫൗൾ സ്മെല്ലിംഗ് അല്ലേ, പെൽവിക് പെയിൻ ഇൻ വുമൻസ്. ഇവിടെ പെയിൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് പെൽവിക് പെയിൻ ഇൻ വുമൻസിൽ, റെക്ടൽ പെയിൻ ഇൻ മെൻസിലാണ്. ഓക്കെ. ദെൻ ഡയഗ്നോസിസിൽ വരുവാണെങ്കിൽ യൂറിൻ അനാലിസിസ്, യൂറിൻ കൾച്ചർ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ട്രീറ്റ്മെൻറ്റിൽ മെയിൻ സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് അക്കോർഡിംഗ് ടു ദ യൂറിൻ കൾച്ചർ. ദെൻ യൂറിനറി അനാലിസിസും നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ നഴ്സിംഗ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെറാപ്യൂട്ടിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കും അല്ലേ. പിന്നെ റെസ്ട്രിക്റ്റഡ് കോഫി, ചോക്ലേറ്റ്, സാൾട്ട് ഡ്രിങ്ക്സ്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇതെല്ലാം നമ്മുടെ ബ്ലാഡർ ഇറിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇവർക്കെല്ലാം കോഫി, ചോക്ലേറ്റ്, സോൾട്ട് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കും. ദെൻ ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ഹാവ് പ്ലെൻറ്റി ഓഫ് വാട്ടർ. എത്ര ലിറ്റർ ആയിരിക്കും?
3 liter per day ആണ് കേട്ടോ. ദെൻ അവോയ്ഡ് ആൽക്കഹോൾ. ദെൻ പ്ലാനിങ് ആൻഡ് ഇൻ്റർവെൻഷൻസിൽ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ കത്തീറ്ററൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ കത്തീറ്റർ ഇതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് യൂറോ ബാഗ് ചേഞ്ച് ചെയ്യുന്നത് എവരി 3 daysലാണ്. ദെൻ കത്തീറ്റർ ചേഞ്ച് ചെയ്യുന്നത് എവരി 40 daysലാണ്. ഇഫ് ഇറ്റ് ഈസ് സിലിക്കൺ കത്തീറ്റർ ചേഞ്ച് അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ്. ഓക്കെ. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് റീനൽ കാൽക്കുലയെ കുറിച്ചാണ്. എന്താണ് റീനൽ കാൽക്കുലേ? ഈ റീനൽ കാൽക്കുലേ നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ യൂറിനറി സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ റീനൽ കാൽക്കുലേനാണ്. അതുകൊണ്ട് റീനൽ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ഒരു ഡിസീസ് കണ്ടീഷനും അത്ര ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ റീനൽ കാൽക്കുലേ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. റീനൽ കാൽക്കുലേ നമ്മൾ 3ആയിട്ട്, അത് റീനൽ കാൽക്കുലേ എന്താണെന്നറിയാലോ? റീനൽ കാൽക്കുലേ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ആൽക്കലി സ്റ്റോൺ, സ്ട്രുവൈറ്റ് സ്റ്റോൺ, ആസിഡ് സ്റ്റോൺ. ഓക്കെ. ആൽക്കലി സ്റ്റോൺസിൽ വരുന്നത് കാൽസ്യം ഓക്സലേറ്റും കാൽസ്യം ഫോസ്ഫേറ്റുമാണ്. അതായത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ അതായത് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന 80% കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റോണാണ് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ. ഇത് ഏത് സ്റ്റോണിൻ്റെ കീഴിൽ വരുന്നതാണ്? ആൽക്കലി സ്റ്റോണിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ. കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണും കാൽസ്യം ഫോസ്ഫേറ്റ് സ്റ്റോണും മറക്കരുത്, ആൽക്കലി സ്റ്റോണാണിത്. ഓക്കെ. ഈ കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണിന് വേറൊരു പേരുണ്ട്. അതാണ് മൾബറി സ്റ്റോൺ. ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യങ്ങളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് മൾബറി സ്റ്റോൺ എന്നറിയപ്പെടുന്ന കാൽക്കുലേ ഏതാണെന്ന്. ഓക്കെ. ദെൻ അടുത്ത പറയാനുള്ളത് സ്ട്രുവൈറ്റ് സ്റ്റോണിനെ കുറിച്ചാണ്. സ്ട്രുവൈറ്റ് സ്റ്റോണിൻ്റെ മറ്റൊരു പേരാണ് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്. ഓക്കെ. ഇത് എപ്പോഴും UTIയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഇൻഫെക്ഷ്യസ് സ്റ്റോൺ. ചോദിച്ചിട്ടുണ്ട്, അതും നോട്ട് ചെയ്യുക. ഓക്കെ. ദെൻ ആസിഡ് സ്റ്റോണിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ആസിഡ് സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂറിക് ആസിഡ് സ്റ്റോൺ. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനൊരു പ്രത്യേകതയുണ്ട്. യൂറിക് ആസിഡ് സ്റ്റോൺ നമ്മുടെ എക്സ്റേ KUBയിൽ ഒന്നും വിസിബിൾ അല്ല. നോട്ട് വിസിബിൾ അണ്ടർ എക്സ്റേ KUB. ഓക്കെ. ദെൻ സിസ്റ്റൈൻ സ്റ്റോൺ വേറൊന്നുമല്ല, അമിനോ ആസിഡ് സ്റ്റോൺ ആണ്. അമിനോ ആസിഡ് സ്റ്റോൺ. ഓക്കെ. ഇനി ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം സ്റ്റോൺ എക്സ്ക്ലൂഡ് പോസിബിലിറ്റി ഓഫ് ഹൈപ്പർ പാരാതൈറോയിഡിസം. ഓക്കെ. ദെൻ യൂറിക് ആസിഡ് സ്റ്റോൺ കോമൺ ഇൻ ഗോട്ട്. നോട്ട് ചെയ്യുക, യൂറിക് ആസിഡ് സ്റ്റോൺ കോമൺ ഇൻ ഗൗട്ട്. ദെൻ കോമൺ ഡ്രഗ് promoting nephrolithiasis. Okay. ഇനി ഒരെണ്ണം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഈ റീനൽ കാൽക്കുലേ വരുന്നവർക്കുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ റീനൽ കോളിക് പെയിൻ ആണ്. ഓക്കെ. റീനൽ കോളിക് പെയിൻ. ഓക്കെ. ഡയഗ്നോസിസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. USG അബ്ഡോമനാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇനി മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മാനേജ്മെൻ്റ് ഉണ്ട് റീനൽ കാൽക്കുലയ്ക്ക്. മെഡിക്കൽ മാനേജ്മെൻറ്റ്, അതായത് ഫോഴ്സ് ഡയറസിസ് നമ്മൾ കൊടുക്കുന്നു. അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ ലാക്സിസ് കൊടുക്കാറുണ്ട് ഡയറസിസിനായിട്ട്. അലോപെരിനോൾ ലൈക്ക് ഫെബുസ്റ്റാറ്റ് പോലുള്ള ടാബ്ലറ്റ് ഒക്കെ നമ്മൾ യൂറിക് ആസിഡ് സ്റ്റോണിന് കൊടുക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് വിത്ത് സ്ട്രുവൈറ്റ് സ്റ്റോൺ. അത് സ്ട്രുവൈറ്റ് സ്റ്റോണിന് ഇൻഫെക്ഷൻ സ്റ്റോൺ ആയതുകൊണ്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ദെൻ സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ ESWL എന്ന് വെച്ചാൽ എക്സ്ട്രാ
corporeal shock wave lithotripsy. പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ദെൻ പെർക്യൂട്ടേനിയസ് നെഫ്രോലിഥോട്രിപ്സി. ഈ 2 പ്രൊസീജിയേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇനി നഴ്സിംഗ് മാനേജ്മെൻറ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ടും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതായത് തെറാപ്യൂട്ടിക് ഡയറ്റ് ചോദിക്കാറുണ്ട് റീനൽ കാൽക്കുലയിൽ. അതായത് സജസ്റ്റ് ആസിഡ് ആഷ് ഡയറ്റ് ഫോർ ആൽക്കലി സ്റ്റോൺസ്. ആൽക്കലി സ്റ്റോൺസിന് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ആസിഡ് ആഷ് ഡയറ്റും, ആസിഡ് സ്റ്റോണിന് നമ്മൾ ആൽക്കലി ആഷ് ഡയറ്റുമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ആസിഡ് ആഷ് ഡയറ്റ് നമ്മൾ കൊടുക്കുന്നത് ആൽക്കലി സ്റ്റോൺസിനാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫിഷ്, മീറ്റ്, ലിവർ, സിട്രസ് ഫ്രൂട്ട്സ് എന്നിവയാണ്. ദെൻ ആൽക്കലി ആഷ് ഡയറ്റ് കൊടുക്കുന്നത് ആസിഡ് സ്റ്റോൺസിനാണ്. അത് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എക്സെപ്റ്റ് സിട്രസ് ഫ്രൂട്ട്, മിൽക്ക്, ഇതൊക്കെയാണ്. ദെൻ ഫ്ലൂയിഡ് ഇൻടേക്ക് 3 ലിറ്റർ പെർ ഡേ. ഇനി കാൽസ്യം ഓക്സലൈറ്റ് സ്റ്റോണിനാണെങ്കിൽ നട്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ്, സ്ട്രോബെറീസ് എന്നിവയെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ. ഇനി നമുക്ക് BPH-നെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് BPH? ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. എന്താണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി? It is a benign enlargement of prostate gland with hyperplasia and hypertrophy of normal tissue. Okay. എന്താണ് മെയിൻ കോസസ്? മെറ്റബോളിക് ഓഫ് ടെസ്റ്റോസ്റ്റെറോൺ, ഇതൊക്കെയാണ്. പിന്നെ ക്രിട്ടിക്കൽ മീഡിയ ഫോർ ദ പ്രോസ്റ്റേറ്റ് ഗ്രോത്ത്, ഇതൊക്കെയാണ് മെയിൻ കോസസ് ആയിട്ട് വരുന്നത്. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസിൽ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അതായത് സൈൻസ് ആൻഡ് സിംറ്റംസിൽ അർജൻസി, ഫ്രീക്വൻസി, റെസിസ്റ്റൻസി എന്നിവ ഉണ്ടാകാറുണ്ട്. എന്താണ് അർജൻസി? അർജൻസി എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു ഹോൾഡ് യൂറിൻ. ഓക്കെ. ദെൻ ഫ്രീക്വൻസി എന്താണ്? മോർ ദാൻ 10 times ഡെയിലി. ഓക്കെ. ദെൻ റെസിസ്റ്റൻസി എന്താണ്? ഡിലേ ഇൻ ഇനിഷ്യേഷൻ ഓഫ് യൂറിൻ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് BPH-ൽ നമുക്ക് മെയിനായിട്ട് വരുന്നത്. ദെൻ BPH-ൽ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്, സർജിക്കൽ മാനേജ്മെൻറ്റ്. ഇത് നിങ്ങൾ ജസ്റ്റ് പേരൊന്ന് അറിഞ്ഞിരിക്കുക. ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ TURP, ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ദെൻ TUIP, ട്രാൻസ് യൂറിത്രൽ ഇൻസിഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ദെൻ TRRP, ട്രാൻസ് റെക്ടൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ BPH-ൽ വേണ്ടത്. ഇതോടുകൂടി നമ്മുടെ ഡിസീസ് കണ്ടീഷൻസ് എല്ലാം അവസാനിച്ചു. ഇനി നമ്മൾക്ക് അറിയേണ്ടത് കുറച്ച് നോർമൽ വാല്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ് നോർമൽ വാല്യൂസ്? മെയിനായിട്ട് വരുന്ന നോർമൽ വാല്യൂസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് സീറം ക്രിയാറ്റിൻ. എത്രയാണ് നോർമൽ വാല്യൂ? 0.6 to 1.2 mg/dl. ദെൻ ബ്ലഡ് യൂറിയ 50 to 35 mg/dl. ദെൻ ബൺ എന്താണ്? ബ്ലഡ് യൂറിയ നൈട്രജൻ ഇറ്റ്സ് 8 to 23 mg/dl. ദെൻ സീറം സോഡിയം എല്ലാവർക്കും അറിയാവുന്നതാണ്, 135 to 145 milli equivalent per liter. Then serum potassium 3.5 to 5.5. Then calcium 8.5 to 10.5. Then serum uric acid 4 to 8.6. Then SBS അറിഞ്ഞിരിക്കണം. SBS എത്രയാണ് നോർമൽ? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? 70 to 110 milligram per deciliter. Then PPBS-നെ കുറിച്ച് പറയുകയാണെങ്കിൽ 90 to 140. ഓക്കെ. ദെൻ തെറാപ്യൂട്ടിക് പൊസിഷൻസ് അറിഞ്ഞിരിക്കണം. എന്തിൻ്റെ സമയത്ത്? ഫോർ റീനൽ ബയോപ്സി ആണെങ്കിൽ
പ്രോൺ പൊസിഷൻ ആണ്. 1 hour ആഫ്റ്റർ റീനൽ ബയോപ്സിക്ക് സുപ്പൈൻ പൊസിഷൻ കൊടുക്കും. ദെൻ ഫീമെയിൽ യൂറിനറി കത്തീറ്റർ ഇൻസേർഷന് സുപ്പൈൻ ഓർ ഫ്രോഗ് ലെഗ് കത്തീറ്ററൈസേഷൻ സൈഡ് ലൈൻ പൊസിഷൻ ആണ് കൊടുക്കുന്നത്. ദെൻ ആഫ്റ്റർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവോയ്ഡ് സിറ്റിംഗ് പൊസിഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ ഫോർ 24 hours. ഓക്കെ. ദെൻ തെറാപ്പറ്റിക് ഡയറ്റിനെ കുറിച്ച് നമ്മൾ ഓരോ ഇതിൻ്റെയും പറഞ്ഞു. അതിൽ BPHൻ്റെ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. ലോ പ്രോട്ടീൻ ഡയറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ദെൻ റീനൽ ഫെയിലിയറിൻ്റെ നമ്മൾ പറഞ്ഞു, നെഫ്രോട്ടിക് സിൻഡ്രത്തിൻ്റെ പറഞ്ഞു, ആസിഡ് സ്റ്റോണിൻ്റെയും ആൽക്കലി സ്റ്റോണിൻ്റെയും പറഞ്ഞു. ഓക്കെ. ദെൻ ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു റേഷ്യോ അറിഞ്ഞിരിക്കണം അതിലൊന്നാണ് ബൺ ക്രിയാറ്റിൻ റേഷ്യോ. അതായത് 10:1 ആണ് നോർമലായിട്ട് ബൺ ക്രിയാറ്റിൻ റേഷ്യോ. ബട്ട് ഇൻ ARS പേഷ്യൻറ്റിലാണെങ്കിൽ 40:1 ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ. അപ്പം ഇതോടുകൂടി നമ്മുടെ റീനൽ സിസ്റ്റം അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.